ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഉപ്പ് വെച്ചിട്ട് കുറേ അധികം വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പറയാത്ത കുറേ അധികം ടിപ്സാണ് ഞാൻ ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. ഉപ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഷോക്കാവുന്ന തരത്തിലുള്ള ടിപ്സാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. മഴക്കാലം വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ശല്യമാണല്ലേ, കൊതുക്, ഈച്ച, കൊച്ചീച്ച, അതുപോലെ തന്നെ പാറ്റ, പല്ലി, എലിയൊക്കെ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ വേഗം നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ചൊറിയൻ പുഴുവിനെ കളയാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ അളവിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഡിറ്റർജൻറ്റ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വിനീഗർ എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ അതും എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വിനീഗറിലേക്ക് ഇതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചധികം ദിവസത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എന്നിട്ട് വിനീഗറിൽ നമുക്ക് ആ ഡിറ്റർജൻറ്റ് ലിക്വിഡ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് മിക്സായി വരില്ലേ ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചൊറിയൻ പുഴു, അതുപോലെ തന്നെ അട്ട, ഒച്ച് എന്നിവയ്ക്കൊക്കെയാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അട്ടകളൊക്കെ പെട്ടെന്ന് ചത്തുപോകുന്നതാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ലാതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചൊറിയൻ പുഴുവിൽ തന്നെയാണ്. കൂടുതലായിട്ടും ഈ മഴ സമയത്ത് ചൊറിയൻ പുഴു ഉണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ആ സൊല്യൂഷൻ ഒന്ന് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ചൊറിയൻ പുഴുവിന്റെ അവസ്ഥ ഇതുപോലെ ആയിട്ടുണ്ട്, പെട്ടെന്ന് ചത്തു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിലിക്ക ജെല്ലാണ് കേട്ടോ. വില കൂടിയ ഇലക്ട്രോണിക് ഐറ്റംസ്, അതുപോലെ തന്നെ ഷൂ, ഫ്ലാസ്ക്, മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കിറ്റ് നമുക്ക് കിട്ടാറുണ്ട്. ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ്. എന്നാൽ ഈ മഴ സമയത്ത് ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ നമ്മളിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പത്തിനൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉപ്പിലേക്കാണ്. ഇത് പെട്ടെന്നൊന്നും കീറിപ്പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും സ്റ്റോർ ചെയ്യാം. ഇത് ടാബ്ലറ്റ്സിലൊക്കെ വെച്ച് നമ്മൾ കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നം തന്നെ ഉണ്ടാവുന്നതില്ല നമ്മൾ ഉപ്പിലിട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഉണ്ട്, അപ്പോൾ ഞാനത് വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നെയ്യൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മണമൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം. നെയ്യ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിന് മുകളിലുള്ള ആ സീലില്ലേ, അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാനിത് പൊട്ടിച്ചെടുത്ത സമയത്ത് അതൊന്ന് കീറിപ്പോയിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാറ്റൊന്നും കിടക്കാതെ നന്നായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല മണവും അതുപോലെ തന്നെ ലാസ്റ്റ് വരെയും നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടൻ ചായയാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മൈഗ്രെയിനിൽ തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മാത്രമല്ല നമ്മൾക്ക് ഡൈജസ്റ്റീവ് പ്രശ്നം, ഡിസെൻട്രി ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് പൊടിയുപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പൊടിയുപ്പും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കല്ലുപ്പ് കുറച്ച് പൊടിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ആ ഉപ്പുവെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷിൽ നന്നായിട്ട് അണുക്കൾ ഉണ്ടാവും. അപ്പോൾ 2-3 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉപ്പുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രഷൊക്കെ നന്നായിട്ട് അണുവിമുക്തമായിട്ട് കിട്ടും.
കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഞാനിവിടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും അഴുക്കുള്ള പാത്രങ്ങളും എല്ലാം കഴുകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നത്. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് ഫുഡ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ അണുക്കളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉപ്പുവെള്ളത്തിലൊന്ന് രാത്രി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രാവിലെ എടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വേസ്റ്റൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് വെയിലിൽ വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വായ്വട്ടം കുറവുള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ചായപ്പൊടിയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നീരിറക്കം അതുപോലെ തന്നെ തലവേദന, തുമ്മൽ, ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ആവി പിടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. ചായപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ ഇതുവരെ ആവി പിടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ആവി പിടിച്ച് നോക്കുക കേട്ടോ. നീരിറക്കത്തിൻ്റെ പ്രോബ്ലങ്ങൾക്കൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ചധികം മീനൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീൻ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും അതുപോലെ ഇട്ട് കൊടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു ദിവസമൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ലാതെ എത്ര ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും അത് കേടാവുകയൊന്നുമില്ല. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ടിപ്പ് തന്നെ ആയിരിക്കും. ഇപ്പം നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇതുപോലുള്ളൊരു യൂസ് ആൻഡ് ത്രോ ബൗളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫോർക്ക് ചൂടാക്കി ഇതുപോലെ ഒന്ന് ഞാൻ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. ഇനി മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പുവാണ്. ഈ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് നമ്മളുടെ പാറ്റ, പല്ലി അതുപോലെ തന്നെ എലികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. മാത്രമല്ല അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. മഴക്കാലം ആയാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു 2-3 കണ്ടെയ്നറിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ അലമാരയിലും കിച്ചണിലും അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിലും ഹാളിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. മാത്രമല്ല നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റിയൊക്കെ പോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഷോക്ക് ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽസ് ഉപകരണങ്ങളൊക്കെ കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭൂമിക്കടിയിലായിട്ട് ഇതുപോലെ നമ്മൾ എർത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനരികിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഴി എടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളുടെ എർത്ത് വർക്കാവാൻ വേണ്ടിയിട്ടാണ്. വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കുറച്ച് നനച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് യാതൊരു പ്രോബ്ലം ഇല്ലാതെ വർക്കാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിന് പകരമായിട്ട് നമുക്ക് ചിരട്ടക്കരി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 100% തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പോ പൊടിയപ്പോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെയാണ്. കല്ലുപ്പ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേപ്പിലയാണ് കേട്ടോ. പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഔഷധ മരുന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു വേപ്പില എന്ന് പറയാം. വേപ്പിലയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ വേപ്പില.
ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. വേപ്പിലയുടെയും ഉപ്പിൻ്റെയും അംശം നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊതുക് അതുപോലെ തന്നെ ഈച്ച, കൊച്ചീച്ചകളൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. നമ്മുടെ വീട് നല്ല നീറ്റും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും കൂടി ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഒരു കുപ്പിയിലാക്കി കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്തെടുക്കുകയാണെങ്കിലും ആ പരിസരത്തേക്ക് ഈച്ചകളൊന്നും വരില്ല. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ ഉപ്പും വേപ്പിലയും തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നാറ്റം മൂലം ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ തന്നെ വായിനുള്ളിൽ അൾസർ, പുണ്ണൊക്കെ വരുന്നവർക്കൊക്കെ ഇതുപോലൊരു മൗത്ത് വാഷ് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഗാർഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിനൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഹോട്ട് ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യും. നമ്മളുടെ ഫുഡൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സമയത്ത് അതിൽ നിന്നൊരു വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മളതിൽ എല്ലാം സൂക്ഷിച്ച് വെക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ചോറായാലും എല്ലാം വെക്കുന്നതാണ്. അപ്പോൾ ചില സമയത്ത് എത്ര തന്നെ കഴിയാലും ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബാഡ് സ്മെല്ല് ഇതിൽ മാത്രമല്ല, നമ്മളെ വാട്ടർ ബോട്ടിലും കുട്ടികളുടെ ഹോട്ട് ബോക്സിലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചിര, അതിലേക്ക് കുറച്ച് വേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കടുകെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തിരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്തൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ പാറ്റ, അതുപോലെ തന്നെ പല്ലി, ഈച്ച, കൊതുക് ഒന്നും തന്നെ വരുന്നതല്ല. അത് മാത്രമല്ല, പ്രായം ചെന്നവർ, കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മൾ മോസ്കിറ്റോ കോയിലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് അലർജിയൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവും. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. ഇത് ശ്വസിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഈ മഞ്ഞളായാലും അതുപോലെ തന്നെ വേപ്പിലായാലും ഉപ്പായാലും ഒക്കെ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, ചോറ്, കടലമാവ്, ഇനി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ എടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ചോറായാലും കടലമാവായാലും കഞ്ഞിവെള്ളമായാലും എല്ലാം നമ്മളുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഇത് നമ്മളുടെ എലികളെ ആകർഷിക്കാനുള്ള നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് കുറച്ച് അധികമായതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാവൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പൊടിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 പാരസിറ്റമോളാണ്. 650ൻ്റെ ആണ് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു ചിരട്ടയിൽ വെച്ചിട്ട് നമ്മളുടെ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പും പാരസിറ്റമോളൊക്കെ എലികളുടെ വയറിലേക്ക് പോവുകയാണെങ്കിൽ വയറ് വീർത്ത് ചത്തുപോകാൻ ഇടയാവുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചോറും അതുപോലെ തന്നെ കടലമാവും ശർക്കരയൊക്കെ നമ്മൾ നെയ്യും എല്ലാം എലികളെ വല്ലാണ്ട് ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.